അനുദിന വിശുദ്ധർ ഓഗസ്റ്റ് 9 കുരിശിലെ വിശുദ്ധ തെരേസ ബെനഡിക്റ്റ. 1891 ഇപ്പോൾ റോക്ല എന്നറിയപ്പെടുന്ന പോളണ്ടിലെ ബ്രസാലുവിലെ ഒരു ഉന്നത യഹൂദ കുടുംബത്തിലായിരുന്നു വിശുദ്ധ തെരേസ ബെനഡിക്റ്റ ജനിച്ചത്. എഡിത്ത് സ്റ്റെയിൻ എന്നായിരുന്നു അവളുടെ ആദ്യകാല പേര്. പ്രമുഖ ജർമ്മൻ സർവകലാശാലകളിലുള്ള പഠനങ്ങൾ വഴി നേടിയ അഗാധമായ പാണ്ഡിത്യം മൂലം അറിയപ്പെടുന്ന ഒരു തത്വചിന്തകയായി വിശുദ്ധ മാറി. തൻ്റെ കൗമാരത്തിൽ തന്നെ യഹൂദമതത്തിലുള്ള വിശ്വാസം ഉപേക്ഷിച്ച എഡിത്ത് ഗോട്ടിഞ്ചൻ സർവകലാശാലയിലെ ഒരു വിദ്യാർത്ഥിയായിരിക്കെ വ്യക്തിപരമായ അനുഭവങ്ങളെയും ചേതനകളെയും ഘടനാപരമായി പഠിക്കുന്ന ഫിനോമിനോളജി എന്ന തത്വശാസ്ത്ര ശാഖയിൽ ആകൃഷ്ടയായി തീർന്നു. പ്രമുഖ ഫിനോമിനോളജിസ്റ്റ് ആയിരുന്ന എഡ്മണ്ട് ഹുസൈർട്ടിൻ്റെ നേതൃത്വത്തിൽ തെരേസ തൻ്റെ പഠനത്തിൽ പുരോഗമിക്കുകയും 1916 തത്വശാസ്ത്രത്തിൽ ഡോക്ടറേറ്റ് നേടുകയും ചെയ്തു. 1922 വരെ തെരേസ ഒരു സർവകലാശാല അധ്യാപികയായി സേവനം ചെയ്തു. പിന്നീട് സ്പെയറിലെ ഡൊമിനിക്കൻ വിദ്യാലയത്തിലേക്ക് മാറി. പക്ഷേ നാസികളുടെ സമ്മർദ്ദം കാരണം മ്യൂണിക്കിലെ വിദ്യാഭ്യാസ സ്ഥാപനത്തിലെ ജോലി വിശുദ്ധയ്ക്ക് ഉപേക്ഷിക്കേണ്ടതായി വന്നു. തൻ്റെ 14ാമത്തെ വയസ്സിൽ ദൈവവിശ്വാസം നഷ്ടപ്പെട്ട തിളക്കമാർന്ന തത്വചിന്തകയായിരുന്ന എഡിത്ത് സ്റ്റെയിൻ ഒരിക്കൽ ആവിലായിലെ വിശുദ്ധ തെരേസയുടെ ജീവചരിത്രം വായിക്കുവാനിടയായി. ഈ സംഭവം അവളുടെ ജീവിതത്തെ പാടെ മറിക്കുകയും അവളുടെ ജ്ഞാനസ്നാനത്തിൽ അവസാനിച്ച ആത്മീയയാത്രയുടെ പുതിയൊരു തുടക്കം കുറിക്കുകയും ചെയ്തു. 1933 ആവിലായിലെ വിശുദ്ധ തെരേസയെ അനുകരിച്ചുകൊണ്ട് അവൾ ഒരു കർമ്മലീത്ത സന്യാസിനിയായി തീരുകയും കുരിശിൻ്റെ വിശുദ്ധ തെരേസ ബെനഡിക്റ്റ എന്ന നാമം സ്വീകരിക്കുകയും ചെയ്തു. 1934 തുടങ്ങി 38 വരെയുള്ള കാലയളവിൽ കൊളോൺ കാർമലിൽ താമസിച്ചതിന് ശേഷം വിശുദ്ധ നെതർലൻഡിലെ എക്റ്റിലെ കർമ്മലീത്ത ആശ്രമത്തിലേക്ക് മാറി. 1940 നാസികൾ ആ രാജ്യം തങ്ങളുടെ അധീനതയിലാക്കി. ഡച്ച് മെത്രാന്മാർ തങ്ങളെ തള്ളിപ്പറഞ്ഞതിൻ്റെ പ്രതികാരമായി നാസികൾ ക്രിസ്തുമതം സ്വീകരിച്ച ഡച്ച് യൂതന്മാരെ മുഴുവൻ അറസ്റ്റ് ചെയ്തു. 1942 യഹൂദ പാരമ്പര്യമുള്ള നിരവധി കത്തോലിക്ക വിശ്വാസികൾക്കൊപ്പം വിശുദ്ധയെയും സംഘത്തെയും നാസി ഭരണകൂടം അറസ്റ്റ് ചെയ്യുകയും കന്നുകാലികളെ കടത്താൻ ഉപയോഗിച്ചിരുന്ന ട്രെയിനിൽ കയറ്റി ഓഷ്വിറ്റ്സ് തടങ്കലിൽ പാളയത്തിലേക്ക് അയക്കുകയും ചെയ്തു. തെരേസ ബെനഡിക്റ്റായെയും കത്തോലിക്ക വിശ്വാസിയായിരുന്ന അവളുടെ സഹോദരി റോസായും അതിൽ ഉൾപ്പെട്ടിരുന്നു. ഇവർ രണ്ടുപേരും ഓഷ്വിറ്റ്സിലെ തടങ്കൽ പാളയത്തിലെ വിഷവാതക അറയിൽ കിടന്ന് 1942 ഓഗസ്റ്റ് 9 കൊല്ലപ്പെടുകയാണ് ഉണ്ടായത്.